നമ്മളുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാമത്തെ വാക്യം. If you hold on to my teaching, you are really my disciples. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. അയർലൻഡിൽ നിന്ന് നമ്മുടെ തമിഴ്നാട്ടിലെ ഡോണവൂറിൽ വന്ന് പ്രവർത്തിച്ചതായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ മിഷണറിയാണ് എമീക്ക മൈക്കിൾ എന്ന് പറയപ്പെടുന്നതായുള്ള വനിത. ദേവദാസ്യ സമ്പ്രദായം വളരെയധികം ഉണ്ടായിരുന്നതായുള്ള കാലഘട്ടത്തിൽ പെൺകുട്ടികളെ ധാരാളമായി ക്ഷേത്രങ്ങളിൽ നൽകുകയും അവർ ക്ഷേത്രങ്ങളിൽ വളരുകയും അവർ വളർന്നു വരുന്നതായുള്ള അവസരത്തിൽ വളരെയധികം അവരെ പീഡിപ്പിക്കുകയും ചെയ്തിരുന്നതായുള്ള ഒരു കാലഘട്ടം. തമിഴ്നാട്ടിൽ അയർലൻഡിൽ നിന്ന് വന്നതായിട്ടുള്ള ഈ മിഷണറി 55 സംവത്സരങ്ങൾ ആ പ്രദേശത്തെ താമസിച്ച് പ്രവർത്തിക്കുന്നതിന് ഇടയായിട്ട് തീർന്നു. 100 കണക്കിന് കുട്ടികളെ മോചിപ്പിക്കുന്നതിന് ഇടയാവുകയും ചെയ്തു. ആ മിഷണറി ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവത്തിൻ്റെ വചനമാണ് എന്നെ ഇതിനായിട്ട് പ്രചോദിപ്പിച്ചത്. ദിനംതോറും ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതല്ല, നമുക്ക് ജീവിതത്തിൽ മാതൃകയായി തീർന്നിരിക്കുന്നതായുള്ള ഒരു വനിതയാണ് ഈ എമി മൈക്കിൾ എന്ന് പറയുന്നതായിട്ടുള്ള വനിത. പ്രത്യേകമായി 83-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: എളിയവരെയും ദരിദ്രരെയും രക്ഷിപ്പീൻ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പീൻ. തന്നിൽ വിശ്വസിച്ചതായ യഹൂദന്മാരെ കണ്ടുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു അവരോട് പറയുന്നതായിട്ടുള്ള വാക്കുകളാണ് ഇന്ന് വിശുദ്ധ ഏവൻഗേലിയനായിട്ട് നാം വായിച്ചു കേട്ടതായിട്ടുള്ള വാക്കുകൾ. അവിടെ കർത്താവായ യേശുക്രിസ്തു പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ അവരോട് പറയുന്നു. ഒന്ന്, നിങ്ങൾ വചനത്തിൽ നിലനിൽക്കണം. വചനത്തിൽ നിലനിൽക്കണം. 2, വചനം നിങ്ങളെ സ്വതന്ത്രരാക്കി തീർക്കുന്ന അവസരത്തിൽ ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നതിനായിട്ട് ശ്രമിക്കണം. 3, സത്യത്തെ ആശ്ലേഷിക്കുവാൻ്റെ കോണം ജീവിതത്തിൽ ഇടയായിട്ട് തീരണം. നമ്മളുടെ അനുദിന ജീവിതത്തിൽ നാം ഓർത്തിരിക്കേണ്ടതായുള്ള 3 കാര്യങ്ങളാണ് ഇവ 3. വചനത്തിൽ നിലനിൽക്കുക, സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക, സത്യത്തെ ആശ്ലേഷിക്കുക. ഒരു പ്രദേശത്ത് വളരെ മടിയനായിട്ടുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. തൻ്റെ മെയ് അനങ്ങാതെ, പണം ചെലവിടാതെ എല്ലാം തനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചതായുള്ളൊരു വ്യക്തി. അത് ജീവിതത്തിൽ എളുപ്പമല്ല എന്നത് നമുക്കറിയാം. അതുകൊണ്ട് ക്രിപ്പിൾഡായിട്ടുള്ള ഒരു ചെന്നായി എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ്റെ കോണം തൻ്റെ ചുറ്റുപാടിലുണ്ടായിരുന്നതായുള്ള ഒരു ചെന്നായെ താൻ വീക്ഷിച്ചു. ക്രിപ്പിൾഡാണ്, എഴുന്നേറ്റ് നടക്കാനായിട്ടൊക്കെ പ്രയാസമാണ്. എഴുന്നേറ്റ് നടക്കാൻ പ്രയാസമായതുകൊണ്ട് തനിക്ക് ഭക്ഷണം ലഭിക്കുകയില്ല. താനങ്ങനെ നിരീക്ഷിക്കുന്ന അവസരത്തിൽ കാണുകയുണ്ടായി, ഒരു സിംഹം വന്ന് ഒരിറച്ചി കഷ്ണം ഈ കുറുനരിക്ക് നൽകിയതിന് ശേഷം പോകുന്നു.
അപ്പോൾ താൻ വിചാരിച്ചു, ഉയരത്തിലും സ്ഥാനമാനങ്ങളിലും പെട്ടതായിട്ടുള്ള ആളുകൾ സാധുക്കളായിട്ടുള്ള ആളുകളെ സംരക്ഷിച്ചു കൊള്ളും. അങ്ങനെ തനിക്കുള്ള ആഹാരം ലഭിക്കുമെന്നൊക്കെ വിചാരിച്ച് ഈ മനുഷ്യൻ തുറന്നുള്ള ദിവസങ്ങൾ ജീവിക്കുന്നതിനായിട്ട് തുടങ്ങി. ഒന്നും കിട്ടിയില്ല. എന്താണ് ദൈവം തനിക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം നൽകാത്തത് എന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. അപ്പോൾ അതുവഴിയായൊരു സാധു മനുഷ്യൻ കടന്നുപോയി. ആ മനുഷ്യൻ ഈ പ്രത്യേക മനുഷ്യൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? കാര്യങ്ങളെല്ലാം വിവരിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആ ക്രിപ്പിൾഡായിട്ടുള്ള കുറുനരിക്ക് സമമായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അങ്ങനെയല്ല. ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് സിംഹത്തെ പോലെ വിശന്ന് വലയുന്നതായുള്ള ആളുകൾക്ക് ആഹാരം നൽകുക എന്നതാണ്. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്, ചേഞ്ച് യുവർ സെൽഫ്, യു വിൽ ബിക്കം എ ബെറ്റർ ഹ്യൂമൻ ബീയിങ്. ഈ ലോകത്തിൽ ജീവിക്കുന്നതായുള്ള നമുക്ക് പലപ്പോഴും നാം അധ്വാനിച്ച് നമുക്ക് ലഭിക്കുന്നതായുള്ള സമ്പാദ്യങ്ങളെക്കുറിച്ച്, ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്ന ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിരിക്കുന്നതായുള്ള സമ്പാദ്യത്തെക്കുറിച്ച് നമ്മളുടെ ചിന്ത ഇതെല്ലാം എൻ്റേതാണ് എന്നതാണ്. അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് ഇപ്രകാരം വായിച്ച് കേട്ടിട്ടുണ്ട്. He said towards the fag end of his life, ഞാൻ മരിക്കുന്നതായുള്ള അവസരത്തിൽ ശവമഞ്ചത്തിൽ എൻ്റെ 2 കൈകളിലും അത് പുറത്തിടണം. എംപ്റ്റി ഹാൻഡഡായിട്ടാണ് ഞാൻ പോകുന്നത് എന്നത് ഈ ലോകം അറിയണം. വെറും കൈയായിട്ട് ഈ ലോകത്തിലേക്ക് നാം വന്നു, വെറും കൈയായിട്ട് ഈ ലോകത്തിന് പോകേണ്ടതായിട്ടും വരും. ഇതിനിടയിലുള്ള കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായുള്ള സമയം, കഴിവ്, താലന്ത് ഇതൊക്കെ ഉപയോഗിച്ച് രാത്രിയും പകലുമൊക്കെ അധ്വാനിച്ച് നമുക്കുണ്ടാകുന്നതായുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവനത്തിന് വേണ്ടി ഉപയോഗിക്കണം. അത് അല്ലാതെ ഒക്കുകയില്ലല്ലോ. എന്നാൽ അതേ അവസരത്തിൽ തന്നെ അതിൻ്റെ ഒരംശം വേർതിരിച്ച് ആവശ്യത്തിലിരിക്കുന്ന ആളുകളുടെ ഉദ്ധാരണത്തിനായിട്ട് വിനിയോഗിക്കേണ്ടത് ആവശ്യമാണ്. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന്, വി ആർ റെസ്പോൺസിബിൾ ഫോർ അവർ ഓൺ ലൈഫ്. എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചുമതലയും ഉത്തരവാദിത്വമൊക്കെ നമുക്കുണ്ട്. അത് നിറവേറ്റണം. അറ്റ് ദ സെയിം ടൈം യു ആർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദി അതർ മാൻ. ആവശ്യത്തിലിരിക്കുന്നതായൊരു മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുന്നതിനായിട്ടും സഹായിക്കുന്നതിനായിട്ടും ഉദ്ധരിക്കുന്നതിനായിട്ടും എനിക്കും നിങ്ങൾക്കും ധാർമ്മികമായിട്ടുള്ള ചുമതലയുണ്ട് എന്നത് പറയുകയാണ്. സ്കോട്ട്ലൻഡിൽ അതിൻ്റെ സ്വാതന്ത്ര്യത്തിനായിട്ട് വളരെയധികം പ്രാർത്ഥിച്ചതായിട്ടുള്ള ഒരാളാണ് ജോൺ നോക്സ്. ആ കാലഘട്ടത്തിൽ ചുമതലയിലുണ്ടായിരുന്നതായിട്ടുള്ള ക്വീൻ മേരി അദ്ദേഹത്തെ തടവറയിലാക്കി. എന്നാൽ ആ തടവറയിലെ തറയിലും താനെ മുട്ടിന്മേൽ നിന്ന് ദൈവത്തോടെ പ്രാർത്ഥിച്ചു, സ്കോട്ട്ലൻഡിൻ്റെ സ്വാതന്ത്ര്യമുണ്ടാവണം. ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തിൽ ദൈവത്തോടെ മധ്യസ്ഥത കഴിച്ചതായിട്ടൊരു മനുഷ്യനായിട്ടാണ് ജോൺ നോക്സിനെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഡ്വെൽ ഇൻ ദി വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലുകൾക്ക് വിളക്കും പാതയ്ക്ക് പ്രകാശമാണ് എന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ പഠിക്കുന്നതിനായിട്ടും മനനം ചെയ്യുന്നതിനായിട്ടും ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുന്നതിനായിട്ടും പ്രവർത്തന ബോധത്തിൽ കൊണ്ടുവരുന്നതിനായിട്ടും കണ്ണഞ്ഞ് പരിശ്രമിക്കുന്ന വ്യക്തികളായിട്ട് നമ്മെ കാണുന്നതിനായിട്ടിടയാകുമോ?
വിശ്വസിക്കുക എന്ന് പറയുന്നത് പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. എന്നാൽ അതൊരു അനുഷ്ഠാനമല്ല. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ വളർന്നു വരുവാൻ നമ്മെ സഹായിക്കുന്നത് അവൻ നമുക്ക് നൽകിയിരിക്കുന്നതായുള്ള വചനത്തിൽ പൂർണ്ണമായിട്ട് വസിക്കുന്നതായുള്ള അവസരത്തിലാണ്. ഡ്വെൽ ഇൻ ദി വേർഡ് ഓഫ് ഗാഡ്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിലൂടെ നാം വായിക്കുന്നുണ്ട് 1:22, വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരും ആയിരിപ്പീൻ. വേദപുസ്തകത്തിൽ ധാരാളം ആളുകളുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ നാം വായിക്കുന്നുണ്ട്. യോന ദൈവത്തിൻ്റെ വചനം കേട്ടു, അനുസരിക്കാൻ മടി കാണിച്ചു. നോഹ ദൈവത്തിൻ്റെ വചനം കേട്ടു, പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും ദൈവത്തെ പരിപൂർണമായിട്ട് അനുസരിച്ചു. അനന്യാസ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, ശൗലിനെ പോയി കണ്ട് പ്രാർത്ഥിക്കുന്നതിനായിട്ട് ആവശ്യപ്പെട്ടത് ഗ്രഹിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങളെല്ലാം മുടിക്കുന്ന ക്രിസ്ത്യാനികളെയെല്ലാം പിടിച്ച് നശിപ്പിക്കുന്ന അധികാരപത്രമുള്ള ഒരു മനുഷ്യനാണ് എന്നതൊക്കെ പറയുന്നതിനായിട്ട് അനന്യാസ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ദൈവം പറയുന്നൊരു കാര്യമാണ്, നീ പോയി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ പോയതായിട്ടുള്ള അനന്യാസ് തന്നെ രൂപാന്തരപ്പെട്ടു. അതുകൊണ്ട് ശൗലിനെ കാണുന്ന അവസരത്തിൽ ശൗലെ സഹോദര എന്നാണ് വിളിക്കുന്നത്. യു ആർ മൈ ബ്രദർ. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായുള്ള നാം ഓരോരുത്തരും ദൈവമക്കളാണ് എന്ന് നാം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരും ദൈവത്തിൻ്റെ മക്കളാണ്. അവരെ അപ്രകാരം സ്വീകരിക്കുന്നതിനായിട്ടിടയാവണം. മോശ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, അനുസരിക്കുന്നതിന് ഒഴിവൊഴികൾ പറയുന്നതിനായിട്ടൊക്കെ ശ്രമിച്ചു. ദൈവം അനുവദിച്ചില്ല. ആകയാൽ വരിക, ഞാൻ നിന്നെ അയക്കും എന്നാണ് പറയുന്നത്. ആകയാൽ വരിക, ഞാൻ നിന്നെ അയക്കും. ദൈവം അവനോടുകൂടെ പോവുകയും അവനിലൂടെ പ്രവർത്തിക്കുകയും ചെയ്തു എന്നത് മോശയുടെ ജീവചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിന് രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്. രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. വചനം ജഡമായി നമ്മളുടെ ഇടയിൽ പാർത്തു. അതാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു പറഞ്ഞു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയാത്ത പോലെ നിങ്ങൾക്കും കഴിയുകയില്ല എന്നത് സൂചിപ്പിക്കുകയുണ്ടായി. മുണ്ടക്കൈ ചൂരമല ദുരന്തം നാം എല്ലാവരും കേട്ടതായിട്ടുള്ളൊരു വസ്തുതയാണ്, അറിയുന്നതായിട്ടുള്ള വസ്തുതയാണ്. ആ പ്രദേശത്ത് 298 ആളുകളുടെ ജീവിതമാണ് ആ ദുരന്തത്തിലൂടെ പൊലിഞ്ഞു പോയത്. ആ പ്രദേശത്തെ ഒരു കൃഷിഭൂമിയുള്ള 2 ഏക്കർ കൃഷിഭൂമി ഉണ്ടായിരുന്നതായുള്ളൊരു മനുഷ്യനുണ്ട്. അണ്ണയ്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നന്നായിട്ട് കൃഷി ചെയ്യുന്നൊരു കൃഷിക്കാരനാണ്. മറ്റൊന്നും അറിയാൻ പാടില്ല, കൃഷി മാത്രമേ അറിയുള്ളൂ. അദ്ദേഹം കൃഷി ചെയ്തതായുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന് അടയ്ക്ക വിൽക്കുന്നതിലൂടെ ഏകദേശം 4 ലക്ഷം രൂപ എല്ലാ വർഷവും ലഭിച്ചിരുന്നു. അദ്ദേഹം കൃഷി ചെയ്തതായുള്ള കാപ്പിയിൽ നിന്ന് ഏകദേശം 5 ലക്ഷം രൂപ കിട്ടിയിരുന്നു. കുരുമുളക് കൃഷിയിൽ നിന്നും നല്ല വരുമാനമുണ്ടായിരുന്നു. അദ്ദേഹത്തിനുണ്ടായിരുന്നതായുള്ള സ്ഥലത്തെ കുറച്ച് കെട്ടിടങ്ങളൊക്കെ പണിത് വാടകയ്ക്ക് കൊടുത്തു. ആ വാടക ഇനത്തിൽ 50,000 രൂപ ലഭിക്കുമായിരുന്നു. എല്ലാം നല്ലതായിട്ടെത്തിയിരുന്നു. തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം തനിക്ക് ലഭിക്കുന്നു. പക്ഷെ എല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതെയായി. ഇവിടെയാണ് ഒരു ചോദ്യം, നമ്മളുടെ ആശ്രയം ആരിലാണ്?
ദൈവത്തിലാണ് എന്ന് പറയുന്നതിനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ നിലനിൽക്കുന്നു എന്ന് പറയുന്നതിനായിട്ട് സാധിക്കുമോ? ഈ അന്നയ്യ എന്ന് പറയുന്നതായുള്ള മനുഷ്യനെ എല്ലാം നഷ്ടപ്പെട്ടതായുള്ള അവസരത്തിൽ സുമനസ്സുകളായിട്ടുള്ള ചില ആളുകൾ അദ്ദേഹത്തിന് ഒരു ഓട്ടോറിക്ഷ നൽകി. എന്നാൽ അത് ആ പ്രദേശത്തെ ഉപയോഗിക്കുന്നതിനായുള്ള പെർമിറ്റ് അദ്ദേഹത്തിന് കിട്ടിയില്ല. ഒരു ഓട്ടോറിക്ഷ കിട്ടിയതായുള്ള അവസരത്തിൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നതായുള്ള റിലീഫും കിട്ടാതെയായി. അദ്ദേഹത്തെക്കുറിച്ചൊരു വാർത്ത നാം വായിച്ചതായിട്ടുള്ള അവസരത്തിൽ അവിടെ കാണുന്നത് ഒരു 200 രൂപ ഒരു ദിവസം ലഭിക്കുന്നതിന് വളരെ പ്രയാസമായിരുന്നു. തൻ്റെ ഭൂമിയിൽ കൃഷി ചെയ്തതായുള്ള ആളുകളെയൊക്കെ തന്നെ കണ്ണുമുമ്പിൽ കാണുന്നുണ്ട്. അവർക്കെല്ലാം ശമ്പളം കൊടുത്തിരുന്നതായുള്ള സ്ഥിതിയെക്കുറിച്ച് താൻ ഓർക്കുന്നുണ്ട്. എന്നാൽ എല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതെയായിട്ട്. ഈ ലോകത്തിൽ നാം കാണുന്നതായുള്ള എല്ലാ പ്രതാപവും ഐശ്വര്യവുമെല്ലാം നശ്വരമാണ് എന്നത് മനസ്സിലാക്കാനായിട്ട് എത്ര നാൾ വേണ്ടിവരും? കർത്താവെ തന്നിൽ വിശ്വസിച്ചതായ യഹൂദന്മാരോട് പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സ്വതന്ത്രരാകും. അവർ മറുപടി പറയാനായിട്ട് ശ്രമിക്കുന്നത്, അവർ പറയുന്നുണ്ട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്, ഞങ്ങൾ ആർക്കും അടിമകളായിട്ടിരുന്നിട്ടില്ല. യേശു അവരോട് പറയുന്നത്, നിങ്ങൾ പാപത്തിന് അടിമകളാണ്. പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് നൽകുന്നതായുള്ള രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ ആവശ്യമായിരിക്കുന്നത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ യഥാർത്ഥ സ്വതന്ത്രരാകും. ഈ സ്വാതന്ത്ര്യത്തിലാണ് ജീവിപ്പാനായിട്ട് കർത്താവെ ആവശ്യപ്പെടുന്നത്. നമ്മളുടെ പരേതനായ പി.കെ. കോശിയച്ചൻ പറയുമായിരുന്നു, നമുക്ക് ദൈവസന്നിധിയിൽ വരുമ്പോൾ പറയാനായിട്ട് കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അൾട്ടിമേറ്റ്ലി വി ആർ ഓൾ സിന്നേഴ്സ്. പാപിയായ എന്നോട് കരുണ തോന്നണമേ, ഇതേ പറയാനായിട്ട് ഒക്കുള്ളൂ, വേറൊന്നും പറയുന്നതിനായിട്ട് സാധിക്കുന്നു. നമുക്ക് പറയുവാൻ കഴിയുമെന്ന് വിചാരിക്കുന്നതെല്ലാം ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ളതാണ്. ആൻഡ് വി ആർ ഓൺലി സ്റ്റുവേർഡ്സ്. ഹി ഈസ് ദ ഓണർ, ഹി ഓൺസ് ഇറ്റ്. നാം വസിക്കുന്നതായുള്ള ഭൂമി പോലും, നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും എല്ലാം ഗോഡ് ഓൺസ് ഇറ്റ്. വി ആർ ഓൺലി സ്റ്റുവേർഡ്സ്. ഏത് നിമിഷവും എല്ലാം എടുത്തു മാറ്റാം. ഏത് നിമിഷവും നമ്മുടെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോകാം. ഏത് നിമിഷവും ഏത് മനുഷ്യനും മരിച്ചു പോകാം. ദൈവസന്നിധിയിൽ ജീവനോടിരിക്കുന്നതായുള്ള നാം ഉൾക്കൊള്ളേണ്ടതായുള്ള സന്ദേശമാണ് പുത്രൻ, മനുഷ്യപുത്രൻ നമുക്ക് നൽകുന്നത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സ്വതന്ത്രരാകും. പാപത്തിൻ്റെ അടിമയിൽ നിന്നുള്ള വിടുതൽ. ഇന്ന് നമ്മളെ ബന്ധിച്ചിരിക്കുന്നതായുള്ള ബന്ധനങ്ങൾ എന്തൊക്കെയാണ്? ആ ബന്ധനങ്ങളിൽ നിന്നുള്ള എല്ലാ വിടുതലും നൽകുന്നത് പുത്രനാണ്. ഇന്ന് വളരെയധികം ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഡിജിറ്റൽ വേൾഡിലാണെന്ന് പറയുമ്പോൾ നമുക്കറിയാതെ തന്നെ ഒരു അഹന്ത ഉണ്ടാകാം. വി ഫീൽ പ്രൗഡ് അബൌട്ട് ഇറ്റ്. എന്തിന്? നമ്മുടെ കുട്ടികൾ നമ്മളെക്കാട്ടിൽ സ്മാർട്ടായിട്ട് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ വി ഫീൽ പ്രൗഡ് അബൌട്ട് ഇറ്റ്. എന്നാൽ അതുപോലും നമ്മളെ എൻസ്ലേവ്ഡ് ആക്കാം, നമ്മളെ അടിമകളാക്കി മാറ്റുന്നതായിട്ട് സാധിക്കും. ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞ് ജീവിക്കുവാൻ ഇടയായിട്ട് തരുന്ന ദൈവവുമായുള്ള ബന്ധത്തിൽ മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം നൽകപ്പെട്ടതാണ്. നമ്മുടെ സ്വാധീന വലയത്തിൽ വരുന്നതായാലും എല്ലാം നമുക്ക് നൽകപ്പെട്ടതാണ്. അത് ഉപയോഗിക്കുന്നതിനായുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. എന്നാൽ അതൊരിക്കലും നമ്മളെ അടിമകളായിട്ട് മാറ്റുന്നതിനായിട്ട് ഇടയാവരുത്.
അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഈ രാവിലെ സമയത്ത് നമ്മോടും പറയുന്നത് വചനത്തിൽ നിലനിൽക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് നൽകുന്നതായ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ അനുഭവിക്കുന്നതിനായിട്ട് സാധിക്കണം. ആ സത്യം എന്തെന്ന് ഗ്രഹിച്ച് അതിനെ ആശ്ലേഷിക്കുന്നതിനായിട്ടിടയാവണം. ജീവിതത്തിൽ ഉണ്ടാകുന്നതായുള്ള മാറ്റങ്ങൾ, എത്രയോ മാറ്റങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ജീവിതത്തിൽ ഉണ്ടാകുന്നതായുള്ള മാറ്റങ്ങൾ നമുക്ക് അസ്വസ്ഥത ഉളവാക്കുന്നുണ്ടോ? സ്പെയിനിൽ നിന്ന് മെക്സിക്കോയിലേക്ക് പോയതായിട്ടുള്ള ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള മനുഷ്യനായിരുന്നു ഹെർണൻ കോർഡസ് എന്ന് പറയുന്നതായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹം 1519 ഏപ്രിലിൽ 11 കപ്പലുകളും 500 പടയാളികളും 16 കുതിരകളുമായി സ്പെയിനിൽ നിന്ന് യാത്ര ചെയ്ത് മെക്സിക്കോ തീരത്തെത്തി. അദ്ദേഹം ആദ്യമേ ചെയ്തത് എന്താണെന്നറിയാമോ? അവിടെ ചെന്നതായുള്ള അവസരത്തിൽ ഒരു കപ്പലൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം അങ്ങ് നശിപ്പിച്ചു. സന്ദേശം ഇത്രയേ ഉള്ളൂ: യു കനോട്ട് ഗോ ബാക്ക്, യു കനോട്ട് ഗോ ബാക്ക്. ഈ ക്യാപ്റ്റൻ്റെ തന്ത്രം ഫലിച്ചു. ലോക്കലായിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ യുദ്ധം ചെയ്ത് വേണമല്ലോ അവിടെ പ്രവേശിക്കുന്നതിനായിട്ട്. ആ യുദ്ധത്തിൽ അവർ ജയിച്ചു. കാരണം ദേ ന്യൂ ദാറ്റ് ദേ കാൻ ഗോ ബാക്ക്. ഇത് സ്വീകരിക്കുക മാത്രമേ നിർത്തിയുള്ളൂ. ഇത് സ്വീകരിക്കണം, ഇവിടെ ജീവിക്കണം, ഇവിടെ അധ്വാനിക്കണം. നോ അതർ വേ. അപ്രതീക്ഷിതമായുള്ള മാറ്റം ആർക്കും സംഭവിക്കാം. ജീവിതത്തിൽ സംഭവിക്കാം, ജീവിത സാഹചര്യങ്ങളുളവാകാം, നമ്മുടെ മക്കൾക്കുണ്ടാവാം, നമ്മുടെ സ്വന്തക്കാർക്കുണ്ടാവാം മാറ്റങ്ങൾ. ഇന്ന് സ്വസ്ഥമായിട്ട് സ്വാതന്ത്ര്യമായിട്ട് കംഫർട്ടബിളായിട്ടൊക്കെ ജീവിക്കുന്നതല്ല, സാഹചര്യങ്ങളൊക്കെ മാറി മറിയാം. കാറ്റും കോളും ഒക്കെ നിറഞ്ഞതായുള്ള സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. യൂത്ത് മൈഗ്രേഷൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മളുടെ അനേക യുവജനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. തിരിച്ചു വരുന്നതിനായിട്ടില്ല പോകുന്നത്. ഈ ഗൾഫിലൊക്കെ പോയ അവസ്ഥയിലൊക്കെ ഞങ്ങൾ തിരിച്ചു വന്നോളാം എന്നൊക്കെ പറഞ്ഞ് പോയതായിട്ടുള്ള ആളുകളുണ്ട്. ചിലരൊക്കെ വന്നിട്ടുണ്ട്, വരുന്നതിനായി സാധിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള ഈ യാത്രയിൽ നോ റിട്ടേൺ. എത്രമാത്രം പണം ചിലവാക്കിയാണ് പോകുന്നത്, പണം കടമെടുത്താണ് പോകുന്നത്. ആ ദേശത്തെ സ്നേഹിക്കുന്നതിനായിട്ടും ആ ജനതയോടൊന്നിച്ച് പ്രവർത്തിക്കുന്നതിനായിട്ടും അവിടെ പഠിക്കുന്നതിനായിട്ടും ജോലി ചെയ്യുന്നതിനായിട്ടും ജീവിക്കുന്നതിനായിട്ടും ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്ന ചോയ്സ് മാത്രമേ ഉള്ളൂ. ഇൻ നട്ട്ഷെൽ, ദൈവത്തിൽ പൂർണ്ണമായിട്ട് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നതല്ലാതെ വേറൊന്നുമില്ല. അൺസർട്ടനിറ്റീസ് ധാരാളമാണ്. അതിൻ്റെ മധ്യത്തിൽ ജീവിതത്തെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ്. ദൈവം നടത്തും, ദൈവം പുലർത്തും, ദൈവം അഭിവൃദ്ധിപ്പെടുത്തും എന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള സമൂഹമായിട്ട് മാറുക. മാറ്റങ്ങൾ നമ്മെ അസ്വസ്ഥരാക്കാം. എന്നാൽ നാം നങ്കൂരമിടേണ്ടതായുള്ള സ്ഥാനത്ത് നങ്കൂരമിടുന്നതിനായിട്ടിടയാവണം. പാറമേൽ വീട് പണിത ബുദ്ധിമാനോടെ സദൃശരായിട്ട് ജീവിക്കണം. തൻ്റെ വചനങ്ങളെ കേട്ട് പ്രവർത്തിക്കുന്നതായുള്ള ആളുകളെക്കുറിച്ചാണ് അത് പറയുന്നതിനായിട്ടിടയായിത്തീർന്നത്. പാറമേൽ വീട് പണിത ബുദ്ധിമാനോടെ തുല്യം. കാറ്റടിക്കും, കോൾവെള്ളക്കമുണ്ടാവും, വൻമഴയുണ്ടാവും, വെള്ളം പൊങ്ങും, എത്രയോ പ്രയാസ സാഹചര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അവിടെയെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിമാനോടെ തുല്യം എന്ന് പറയുന്നതായുള്ള അവസരത്തിൽ യേശുവാണ് പാറമേൽ നങ്കൂരമിട്ടവരായി ജീവിപ്പാനിടയായിട്ട് തീരണം എന്നാണ് അർത്ഥമാകുന്നത്. വചനത്തിൽ ആശ്രയിക്കുന്നവരായി, യേശുവിൽ സ്വതന്ത്രരായി, ദൈവത്തെ ശരണമാക്കി
ജീവിക്കുന്നതായുള്ള ജീവിതം ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ എന്നത് പ്രാർത്ഥിക്കാം. ബാഹ്യമായിട്ടുള്ളതെല്ലാം തന്നെ നശ്വരമാണ് എന്ന് മനസ്സിലാക്കി, ദൈവമേ നിന്നിൽ ആശ്രയിക്കുന്നതായുള്ള മനുഷ്യനാണ് ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് അനുദിനം ജീവിപ്പാൻ്റെ കോണം നമുക്കിടയായിട്ട് തീരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം.